ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് മാസം അവസാനിക്കാൻ ഇനി കേവലം 5 ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. മാർച്ച് മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്, ഈ മാസം 29-ാം തീയതി വരെ മാത്രമേ ബാങ്കുകൾ കാര്യമായി പ്രവർത്തിക്കൂ. സാമ്പത്തിക വർഷാവസാനമായതിനാൽ ബാങ്ക് ഇടപാടുകൾ കാര്യമായി നടക്കണമെന്നില്ല. അതിനാൽ ബാങ്ക് ഇടപാടുകൾ ആവശ്യമുള്ളവർ എത്രയും നേരത്തെ തന്നെ ബാങ്കിലെത്തുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്ററിങ്ങിനായുള്ള സമയം മാർച്ച് 31 അവസാനിക്കുകയാണ്. തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത വ്യക്തിയെ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. സ്ഥലത്തില്ലാത്തവരാണ് മസ്റ്ററിംഗ് ചെയ്യാത്തതെങ്കിൽ അവർ NRK സ്റ്റാറ്റസിലേക്ക് മാറണം. അല്ലാത്ത പക്ഷം അവരെയും റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും. അതിലൂടെ റേഷൻ വിഹിതം മുടങ്ങുന്നതുമായിരിക്കും. പുതുതായി BPL കാർഡുകൾ ലഭിച്ചവരും മസ്റ്ററിംഗ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ കർഷകരെല്ലാം കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് ഈ കർഷക ID ആവശ്യമായി വരും. എന്നാൽ PM കിസാന്റെ 20ാം ഗഡു ലഭിക്കണമെങ്കിൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന വാർത്തകളൊക്കെ എത്തിയിരുന്നുവെങ്കിലും അത്തരത്തിൽ കർഷക ID എടുത്തവർക്ക് മാത്രമേ PM കിസാൻ ആനുകൂല്യം ലഭിക്കൂ എന്ന അറിയിപ്പുകൾ ഇതുവരെ വന്നിട്ടില്ല. അതിനാൽ ഇക്കാര്യവും ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് റംസാൻ ഫെയറുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ബിരിയാണി അരി, മസാലപ്പൊടികൾക്കെല്ലാം വലിയ വിലക്കുറവുണ്ടാകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഫെയറുകൾ ഉണ്ടാകും. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും സബ്സിഡി സാധനങ്ങൾ ഫെയറിനോടനുബന്ധിച്ച് ലഭിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും ചെയ്യാത്തവർ അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടന്നാൽ അവസാന തീയതി പ്രഖ്യാപിക്കുമ്പോൾ വലിയ തിരക്കാകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇക്കാര്യവും ശ്രദ്ധിക്കുക. ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്നത് ആ വ്യക്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ഇനി ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്ന വ്യക്തി കിടപ്പ് രോഗിയാണെങ്കിലോ അല്ലെങ്കിൽ വിദേശത്താണെങ്കിലോ അതേ റേഷൻ കാർഡിലെ മറ്റൊരു അംഗത്തിൻ്റെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയതിനു ശേഷം മസ്റ്ററിംഗ് ചെയ്യുക. അടുത്ത അറിയിപ്പ്, ആദായ നികുതി അടയ്ക്കുന്നവർ ഇളവ് ലഭിക്കുവാനായി മാർച്ച് 31 മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, പൊതുവിദ്യാലയങ്ങളിൽ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് യൂണിഫോം അലവൻസിനായി 600 രൂപ വീതം സ്കൂളിൽ നിന്ന് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് വാങ്ങാത്തവർ സ്കൂളിൽ എത്തി വാങ്ങുക. ഇതോടൊപ്പം 4 കിലോ അരിയും ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. വേനൽ അവധിയുടെ ഭാഗമായാണ് 4 കിലോ അരി വീതം വിതരണം ചെയ്യുന്നത്. അതും വാങ്ങുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ളതാണ്. മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം മാർച്ച് 27 വ്യാഴം മുതൽ ആരംഭിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും മാർച്ച് മാസത്തിൽ തന്നെ തുക ലഭിക്കും. വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് മാർച്ച് അവസാനത്തോടെയും ഏപ്രിൽ ആദ്യ ആഴ്ചയോടെയുമൊക്കെ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.